ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്കോയുടെ സ്വിച്ചുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് സെർവർ എന്ന്, എന്താണ് ക്ലയൻ്റ് എന്ന്, എന്താണ് സ്വിച്ച് എന്നത്, എന്താണ് റൂട്ടർ എന്നത്, എന്താണ് ഫയർവാൾ എന്നത്, ഇങ്ങനെയുള്ള 5 ഡിവൈസുകളെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അതിൽ സെർവറും ക്ലയൻറ്റൊക്കെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ എന്താണ് സെർവർ എന്നും എന്താണ് ക്ലയൻറ്റ് എന്നും പറഞ്ഞു തന്നിരുന്നു. അത് രണ്ടും കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. നമ്മളിന്ന് സ്വിച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ നോർമൽ സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എല്ലാ സ്വിച്ചിനെയും കൂടെ ഞാൻ പറഞ്ഞതാണ്. കാരണം സിസ്കോ മാത്രമല്ല സ്വിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ, മറ്റ് കമ്പനികളും സ്വിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കോമൺ ആയിട്ടുള്ള ഫങ്ഷനാണ് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സിസ്കോയുടെ സ്വിച്ചിനെ കുറിച്ച് മാത്രമാണ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സിസ്കോയുടെ സ്വിച്ചുകളെക്കുറിച്ചും ആ സ്വിച്ചിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ മോഡലുകളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വിച്ച് എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. സിസ്കോയുടെ സ്വിച്ചുകൾ എൻ്റർപ്രൈസ് ഗ്രേഡ് നെറ്റ്വർക്ക് ഡിവൈസസ് യൂസ്ഡ് ടു കണക്ട്, മാനേജ് ആൻഡ് സെക്യൂർ ഡിവൈസസ് ഇൻസൈഡ് എ ലാൻ. സിസ്കോയുടെ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോൾ സാധാരണ സ്വിച്ചുകൾ സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. സിസ്കോയുടെ എൻ്റർപ്രൈസ് ഗ്രേഡ് നെറ്റ്വർക്ക് ഡിവൈസിലുള്ള സ്വിച്ചുകളെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ലാനിനെ സെക്യൂറാക്കി വെക്കാൻ കൂടിയിട്ടാണ് ഈ സിസ്കോയുടെ സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്കോയുടെ സ്വിച്ചിലോട്ട് വരുമ്പോൾ മറ്റ് സ്വിച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ സിസ്കോയുടെ സ്വിച്ച് എന്ത്, നമ്മുടെ നെറ്റ്വർക്കിനെ സെക്യൂർ ആക്കാനുള്ള ഒരു ഫീച്ചേഴ്സ് കൂടി സിസ്കോയുടെ സ്വിച്ചുകളിലുണ്ട് എന്നുള്ളതാണ്. സിസ്കോ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട് സ്വിച്ചിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്താൽ ആ മൊബൈൽ ഫോണുകൾക്ക് ഡിഫറെൻറ്റ് മോഡലുകളുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണുകളുണ്ട് എന്ന് കൂടി പറയാം. ഇപ്പോൾ ക്യാമറ, നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ, വീഡിയോ പർപ്പസിനുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മോഡലുകളുള്ള ഫോണുകളുണ്ട്. ഗെയിമിംഗ് മോഡലുകളുള്ള ഫോണുകളുണ്ട് അല്ലേ? അതേപോലെ സിസ്കോയുടെ സ്വിച്ചുകൾ നമ്മുടെ ലാബിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സൈസ് അനുസരിച്ച് ഡിഫറെൻറ്റ് മോഡലുകളുള്ള സ്വിച്ചുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് സ്വിച്ചുകളാണ്. ആ ഫ്രണ്ടിൽ കാണുന്നത് മുഴുവൻ സ്വിച്ചുകളുടെ പോർട്ടുകളാണ്. പോർട്ടുകളുടെ നമ്പർ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 16, 24, 32, 48 പോർട്ടുകൾ, 64 പോർട്ടുകളുടെയൊക്കെ സ്വിച്ച് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നീഡിനനുസരിച്ചാണ് നമ്മൾ സ്വിച്ചുകൾ പർച്ചേസ് ചെയ്യാറുള്ളത്. ഇനി കോമൺ ആയിട്ടൊരു കാര്യം കൂടെ പറയാം. സ്വിച്ച് 2 ടൈപ്പ് ഉണ്ട്. അത് സിസ്കോയുടെ സ്വിച്ച് അല്ല മൊത്തത്തിൽ വരുന്നത്. സിസ്കോയുടെ സ്വിച്ചും 2 ടൈപ്പ് സ്വിച്ചുകളുണ്ട്. ഇപ്പോൾ മാനേജർ സ്വിച്ചും അൺമാനേജർ സ്വിച്ചും ഉണ്ട്. മാനേജർ സ്വിച്ചും അൺമാനേജർ സ്വിച്ചും എന്ന് പറഞ്ഞാൽ ഇത് സ്വിച്ച് തന്നെയാണ്, രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ 2 ടൈപ്പ് കിട്ടും, മാനേജറും അൺമാനേജറും. സിസ്കോകളുടെ സ്വിച്ചുകളെല്ലാം മാനേജർ സ്വിച്ചുകളായിരിക്കും. എന്താണ് മാനേജറും അൺമാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അൺമാനേജർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ എന്നാണ് പറയുക. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ USB ഇല്ലേ, പെൻഡ്രൈവിനൊക്കെ നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നൊരു ഡിവൈസാണ് കണക്കാക്കുക. കാരണം ഏത് സമയത്ത് നമുക്ക് കുത്തിയിട്ട് അതിലുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും എന്നുള്ളത്. അൺമാനേജ് സ്വിച്ച് എന്താ, പീസുകളെല്ലാം സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IP കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പവർ ഓണാക്കി IP കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ? നമുക്ക് പരസ്പരം സിസ്റ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് പോയിന്റുകളായിട്ട്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്നത് അൺമാനേജർ സ്വിച്ച് ഈസ് എ ബേസിക് പ്ലഗ് ആൻഡ് പ്ലേ സ്വിച്ച് ദാറ്റ് കനോട്ട് ബി കോൺഫിഗേർഡ് ബൈ ദ യൂസർ. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സ്വിച്ചിനെ ഒന്നും കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്വിച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. സ്വിച്ചിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിസ്കോയുടെ സ്വിച്ചുകളൊക്കെ നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ സ്വിച്ചിൽ നമുക്ക് എന്തൊക്കെ സെക്യൂരിറ്റികൾ പ്രൊവൈഡ് ചെയ്യാം, സ്വിച്ചിനെ എന്തൊക്കെ മാനേജ് ചെയ്യാം, സ്വിച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും,
അങ്ങനെ ഒരു കാര്യങ്ങളും ഈ അൺമാനേജ്ഡ് സ്വിച്ചിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മേടിക്കുക, പീസുകളെ കണക്ട് ചെയ്യുക, IP കൊടുക്കുക, സിസ്റ്റങ്ങളെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് കണക്ട് ദ കേബിൾ, പവർ ഓൺ, നെറ്റ്വർക്ക് സ്റ്റാർട്ട് വർക്കിംഗ്, നെറ്റ്വർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. റെയർ ഇൻ സിസ്കോ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്. നമ്മൾ നമ്മുടെ നെറ്റ്വർക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിൽ, ഓഫീസുകളിൽ, സാധാരണ ചെറിയൊരു ഓഫീസുകളാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്വിച്ചിന് ആവശ്യമായുള്ള സ്വിച്ചിൻ്റെ സെക്യൂരിറ്റികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സ്വിച്ചിൻ്റെ ഒരു സ്വിച്ച് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ സ്വിച്ച് മേടിച്ച് വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10 PC ഉണ്ട്, എനിക്ക് അവിടെ ഒരു മോഡം മേടിച്ചിട്ടുണ്ട്. ഈ 10 PCയിലോട്ട് നെറ്റ് എടുക്കണം. അപ്പോൾ ജസ്റ്റ് മോഡത്തിൽ നിന്നൊരു കേബിൾ നമ്മുടെ സ്വിച്ചിലോട്ട് കൊടുക്കും. 16 പോർട്ടുള്ള സ്വിച്ച് മേടിച്ചിട്ട് അൺമാനേജർ മേടിച്ചാൽ മതി. എന്നിട്ട് ആ സ്വിച്ചിൽ നിന്ന് നേരെ ബാക്കിയുള്ള PCയിലോട്ട് കണക്ട് ചെയ്യും. എല്ലാ സിസ്റ്റങ്ങൾക്കും നെറ്റ് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യലേ? അപ്പോൾ ഇത് സാധാരണ ചെറിയൊരു നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അൺമാനേജർ സ്വിച്ച് മേടിക്കാം. റേറ്റ് വളരെ കുറവാണ്. സ്വിച്ചിന് ആവശ്യമായ സെക്യൂരിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത സാധാരണ നെറ്റ്വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ കമ്പനികളിലെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് സെക്യൂരിറ്റി ആവശ്യമാണ് നെറ്റ്വർക്കിംഗ് ഇതിൽ. അപ്പോൾ നമ്മൾ മാനേജർ സ്വിച്ച് ആയിരിക്കും യൂസ് ചെയ്യുക, അൺമാനേജർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ മാനേജർ സ്വിച്ച് എന്താ? ഇതിന് നേരെ തിരിച്ചാണ് പറഞ്ഞത്. A manager switch is an advanced switch that provide full control and configuration to the network administrator. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ നമ്മളാ. അപ്പോൾ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സ്വിച്ചിൽ നമ്മൾ CCNA പഠിക്കുന്നുണ്ട്. സ്വിച്ചിന് നമുക്ക് സ്വിച്ചിൻ്റെ പോർട്ടുകൾ, സ്വിച്ചുകൾക്ക് ആവശ്യമായുള്ള സെക്യൂരിറ്റികൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്വിച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല സ്വിച്ച് ഉപയോഗിക്കുക. നമുക്ക് സ്വിച്ചിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി, സ്വിച്ചിന് ആവശ്യമല്ല നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി സ്വിച്ചിന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ കോൺഫിഗറേഷൻ മെത്തേഡ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺഫിഗറേഷൻ പറ്റുക? നമുക്ക് CLI കമൻറ്റ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. വെബ് ബേസ്ഡ് GUI എങ്ങനെ ഉപയോഗിച്ച് ചെയ്യാം. SNMP മോണിറ്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റും. CCNA, CCNP എൻ്റർപ്രൈസ് നെറ്റ്വർക്കുകളിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? മാനേജർ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ സ്വിച്ചിന് 2 ടൈപ്പ് ഉണ്ട്, മാനേജറുണ്ട്, അൺമാനേജറുണ്ട്. സിസ്കോയുടെ സ്വിച്ചുകളൊക്കെ മാനേജർ സ്വിച്ചുകളായിട്ടാണ് കണക്കാക്കുക. ഇനി ഞാൻ പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സൈസ് അനുസരിച്ച് ഈ സിസ്കോ സ്വിച്ചുകൾ ഒരുപാട് മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് സിസ്കോയുടെ കാറ്റലിസ്റ്റ് സീരീസ്. ഇതൊരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. അവരുടെ ഇപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ എസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? S22, S23, S24, S25 അത് എസ് സീരീസ് ആണ്. സാംസങ്ങിന് A സീരീസ് ഉണ്ട്, സാംസങ്ങിന് J സീരീസ് ഉണ്ടായിരുന്നു. ഓരോരോ സീരീസുകളില്ലേ? അതേപോലെ സിസ്കോയുടെ സ്വിച്ചുകൾ കാറ്റലിസ്റ്റ് സീരീസ് എന്ന് പറയുന്നൊരു സ്വിച്ച് ഉണ്ട്. അതിൽ വരുന്ന മോഡലുകളാണ് ഇപ്പോൾ കുറച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സ്വിച്ചുകളുടെ പോർട്ടുകളൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് കാറ്റലിസ്റ്റ് 2960 എന്ന് എഴുതിയിട്ടുണ്ട്. 2960 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്പറാണ് 2960. അടുത്തതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, കാറ്റലിസ്റ്റ് 3560 സീരീസ്. താഴെയും 3560 സീരീസ് ആണ്. ഇത് പോർട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതേ സാധനം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സിസ്കോ കാറ്റലിസ്റ്റ് 2960, സിസ്കോ 2960 സീരീസുകളെ കുറിച്ച് സിസ്കോയുടെ സൈറ്റിൽ തന്നെയുണ്ട്. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട്, വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സിസ്കോ കാറ്റലിസ്റ്റ് 2960 സീരീസ് സ്വിച്ചസ്. ഇവിടെ പ്രൊഡക്റ്റ് ടൈം ക്യാമ്പസ് ലാൻ സ്വിച്ച്, ക്യാമ്പസ് ഈ മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എൻഡ് ഓഫ് സപ്പോർട്ട് എന്ന് കണ്ടോ, എൻഡ് ഓഫ് ലൈസൻസ് ഡീറ്റെയിൽസ്. എൻഡ് ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചുകൾക്ക് സിസ്കോക്കാർ കൊടുക്കുന്ന സപ്പോർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് എൻഡ് ഓഫ് സെയിൽ ആൻഡ് എൻഡ് ഓഫ് ലൈഫ് അനൗൺസ്മെൻറ്റ് ഫോർ ദ സിസ്കോ iOS സോഫ്റ്റ്വെയർ. 2960 അകത്ത് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പയർ ആയി എന്നുള്ളതാണ്. കമ്പനികളിൽ ഇപ്പോൾ യൂസ് ചെയ്യാം. സിസ്കോയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ലൈസൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻഡ് ഓഫ് സെയിൽ ആ കാര്യങ്ങളും എൻഡ് ഓഫ് ലൈഫ് ഈ കാര്യങ്ങളൊക്കെ
മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. 2014 എൻഡ് ഓഫ് സെയിൽ നിർത്തി. പിന്നെ യൂസ് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു. 2019 കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോഡൽ സ്വിച്ചുകൾക്ക് സിസ്കോ കൊടുത്തിരുന്ന ഇത് നിർത്തിയിട്ടുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട്, ദിസ് പ്രൊഡക്റ്റ് ഈസ് നോ ലോങ്ങർ സപ്പോർട്ടഡ് ബൈ സിസ്കോ. സിസ്കോയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ഇത് കമ്പനികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സ്വിച്ച് ഇരിക്കുന്നുണ്ട്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റിയും അതേപോലെ ലൈസൻസും കാര്യങ്ങളൊന്നും സിസ്കോയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല എന്നുള്ളൂ. നമ്മുടെ അടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏത് മോഡലാണ്? കാറ്റലിസ്റ്റിൻ്റെ 9200 സീരീസിൽപ്പെട്ട സ്വിച്ചുകൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ടാബ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മോഡൽ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ 9200 മോഡലുകളിലുള്ള സ്വിച്ചുകൾ ഇത് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് സിസ്കോക്കാർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറയുന്നത്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഓരോ പ്രൊഡക്റ്റുകൾക്കും അതിൻ്റെ സെയിൽ നിർത്തിയതും അതേപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ട് നിർത്തുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ മോഡലുകൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു സിപ്പ് ഫയലായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്കൊന്ന് അൺസിപ്പ് ചെയ്ത് നോക്കാം എന്താണ് ഇതിന് ഉള്ളത് എന്നുള്ളത്. ഇതാ സ്വിച്ചിൻ്റെ മോഡലുകളും അതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. സ്വിച്ചിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഉണ്ടോ, അതാണ് ഡയഗ്രാമായിട്ട് കിട്ടിയത്. പിന്നെ നമുക്കിവിടെ ഒരു വേർഡ് ഫയലും ഉണ്ട്. വിഷൻ ഡോക്യുമെൻ്റാണ്. ഓക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു മോഡൽ 2960. പിന്നെ വേറൊരു മോഡൽ ഞാൻ എടുത്ത് കാണിച്ചത് ഇവിടെ 3560 നമുക്ക് നോക്കാം. സിസ്കോ കാറ്റലിസ്റ്റ് 3560. ഇതും എൻഡ് ഓഫ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് 2021 വരെ അതിൻ്റെ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഇപ്പോഴും ഇതിൽ പറഞ്ഞു ഇപ്പോൾ ആ ഒരു മോഡൽ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കേണ്ടത് 9300 എന്ന് പറയുന്നത് ഉപയോഗിക്കാം. ഇപ്പോൾ മറ്റേതാണെങ്കിൽ 9200 ഉപയോഗിക്കാം. ഇപ്പോഴാണെങ്കിൽ 9300 ഈ ഒരു മോഡലാണെങ്കിൽ 3560ക്ക് പോസിബിൾ ആയിട്ടുള്ള മോഡലാണ് 9300. അതായത് ഈ ഒരു സ്വിച്ച്. അപ്പോൾ മറ്റേതൊക്കെ പഴയ ഓൾഡ് മോഡൽ സ്വിച്ചുകൾ, ഇത് പുതിയ കാറ്റലിസ്റ്റിൻ്റെ പുതിയ സീരീസ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിസ്കോയുടെ ഈ സ്വിച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് സിസ്കോയുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. കാറ്റലിസ്റ്റ് സീരീസ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കമ്പനികളിൽ യൂസ് ചെയ്യുന്നത്, വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു കാറ്റലിസ്റ്റ് സീരീസിൽ പെട്ടതാണ്. ഇതിൽ ക്യാമ്പസ് നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റർപ്രൈസ്, പിന്നെ CCNP ലാബുകൾ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ ഇതിന് കോൺഫിഗർ ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പാക്കറ്റ് ട്രേസർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാറ്റലിസ്റ്റ് മോഡലിൽപ്പെട്ട സ്വിച്ചുകളായിരിക്കും. പിന്നെ ഞാൻ ഒറിജിനൽ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ള വീഡിയോയും കാണിച്ചു തരാം. ഒറിജിനൽ സ്വിച്ച് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്, 2960 ഉണ്ട്. 2960 എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പാക്കറ്റ് ട്രേസറിലായിരിക്കും പഠിക്കുന്നത്. അതേ ഇതിൽ ഒറിജിനൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് പാക്കറ്റ് ട്രേസറിലും ചെയ്യാൻ പറ്റും കേട്ടോ. വെർച്വൽ ലാബാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇതൊരു മോഡൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2960X എന്നുള്ളത് മോഡലാണ്. CCNA. അതിൽ കുറേ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മാനേജർ സ്വിച്ചാണത്. അതിൽ VLAN, STP, എതർ ചാനൽ പോലുള്ള ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ കേട്ടിട്ട് വെറീഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അതിലോട്ട് എത്തിയിട്ടില്ല. VLAN എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചുകളാണ് ഇത് ഈ പറയുന്ന സിസ്കോയുടെ 2960 എന്ന് പറയുന്ന മോഡലുകളുള്ള സ്വിച്ചുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 3560 കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. അതിൽ എന്താ പറയുക, ഇപ്പോൾ 2960 സപ്പോർട്ടാവാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ താഴെ എഴുതിയിട്ടുണ്ടാവും. OSPF EIGRP ലിമിറ്റഡ് എന്നുള്ളത് അല്ലേ, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റും എൻഹാൻസ്ഡ് ഇൻറ്റീരിയർ ഗേറ്റ് വേ റൗട്ടിംഗ് പ്രോട്ടോക്കോളും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് കേട്ടിട്ട്. അത് നമ്മൾ അതിലോട്ട് എത്തിയിട്ടില്ല. അത് റൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്, റൂട്ടറിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഈ സിസ്കോയുടെ സ്വിച്ചുകളിൽ സപ്പോർട്ട് ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കേണ്ട, ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. വേറൊരു മോഡലാണ് 3850 പിന്നെ 9300. ഞാനിപ്പോൾ നേരത്തെ 9300 കുറിച്ച് പറഞ്ഞല്ലോ.
ഇപ്പോൾ 3560 യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് സിസ്കോക്കാരനെ റെക്കമെൻഡ് ചെയ്യുന്ന ഏതാണ് 9300 ആണ്. എൻ്റർപ്രൈസ് ഗ്രേഡ് ഇതാണ്, അതിലുള്ള പെർഫോമൻസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്, കാരണം അഡ്വാൻസ്ഡ് ലെവലായിട്ടുണ്ട്. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ സിസ്കോയുടെ കാറ്റലിസ്റ്റ് സീരീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വെക്കുക. കാറ്റലിസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ അടുത്തത് സിസ്കോയുടെ നെക്സസ് സീരീസിൽപ്പെട്ട സ്വിച്ചുകളാണ് ഈ കാണുന്നത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാറ്റലിസ്റ്റ് കണ്ടു, കാറ്റലിസ്റ്റും അതേപോലെ തന്നെ നെക്സസും കാണുമ്പോൾ നമുക്ക് ഷേപ്പിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കണ്ടോ, നെക്സസ് കാണുമ്പോൾ തന്നെ അറിയാം അത് അത്യാവശ്യം ഹൈ ലെവലുള്ള ഒരു സ്വിച്ചുകളാണ് എന്നുള്ളത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കിയേ, ഡിസൈനർ ഫോർ ഡാറ്റാ സെൻറ്റേഴ്സാണ്. ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്റർ എന്ന് അടിച്ചു നോക്കുക. ഈ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ബൾക്കായിട്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ ബൾക്കായിട്ട് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, ഈ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് അല്ലേ. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വരുന്നത് എവിടെയാണ്, ഡാറ്റാ സെൻറ്ററിലാണ്. അങ്ങനെ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് വലിയ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് നിർമ്മിക്കുമ്പോൾ ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള മോഡലാണ് സിസ്കോയുടെ നെക്സസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫീച്ചർ ഹൈ സ്പീഡാണ്, ലോ ലാറ്റൻസിയാണ്. പിന്നെ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നെക്സ് OS എന്നുള്ളതാണ്. നമ്മുടെ സിസ്കോഡൊക്കെ കാറ്റലിസ്റ്റ് സ്വിച്ചിൽ IOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്നത് നെക്സ് OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് പ്രാക്ടിക്കലിൽ നമുക്ക് 2960 IOSനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലുള്ള മോഡലാണ് നെക്സസ് 3000, നെക്സസ് 5000, നെക്സസ് 7000, നെക്സസ് 9000 മോഡലുകൾ. ഇപ്പോൾ നെക്സസ് 3000 നോക്കാം. നെക്സസ് ഇതാ ഉണ്ടല്ലേ, സ്വിച്ച് ബിൽഡ് ഫോർ ബിസിനസ് ക്രിട്ടിക്കൽ പെർഫോമൻസ്, ഹൈ ലെവൽ സ്വിച്ചുകളാണ് ഈ നെക്സസ് സീരീസിലൊക്കെ വരുന്നത്. അതിൽ സ്വന്തമായിട്ട് നെക്സ് OS ആണ് റൺ ആവുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോ മോഡലുകൾ എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഒരു നോർമലായിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ കയറുന്ന സമയത്ത് അവിടെ കാറ്റലിസ്റ്റ് സ്വിച്ചുകൾ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഭാവിയിൽ നമ്മുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്ത് വലിയ വലിയ കമ്പനികളിലോട്ട് പോകുമ്പോൾ ഡാറ്റാ സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ലെവലിലോട്ടൊക്കെ എത്തുമ്പോൾ സിസ്കോയുടെ നെക്സസ് സീരീസിൽപ്പെട്ട സ്വിച്ചുകൾ അവിടെ കാണാനായിട്ട് പറ്റും. അത് അപ്പത്തേനും നമ്മുടെ സർട്ടിഫിക്കേഷൻ ലെവലൊക്കെ മാറിയിട്ടുണ്ടാവും. CCNA സർട്ടിഫിക്കേഷനൊക്കെ മാറി CCNP ലെവലിലോട്ടൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മളപ്പോൾ ആ സ്വിച്ചിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ധാരണയുണ്ടാവും, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മോഡൽ അടഞ്ഞു നോക്കുക. സിസ്കോയുടെ കാറ്റലിസ്റ്റ് സീരീസും ഉണ്ട്, അടുത്തതായിട്ട് സിസ്കോയുടെ നെക്സസ് സീരീസും ഉണ്ട്. ഇനി അടുത്തത് സിസ്കോ സ്മാൾ ബിസിനസ് സ്വിച്ചസ്. ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന, സ്മാൾ ബിസിനസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സ്വിച്ചുകളാണ് സിസ്കോയുടെ സ്മാൾ ബിസിനസ് സ്വിച്ചസ്. ഇവിടെ കണ്ടോ, സിസ്കോ ബിസിനസ് 350 സീരീസ്. നമുക്ക് അതിൻ്റെ മോഡൽ അടിച്ചു നോക്കാം. സിസ്കോ ബിസിനസ് 350 സീരീസ് കേട്ടോ, സ്മാൾ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ സ്മാൾ ബിസിനസ് നെറ്റ്വർക്കുകൾ. കുറച്ച് ചെറിയൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ മോഡലുകൾ, അതിൽ തന്നെ വരുന്ന മോഡലുകളെക്കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിസ്കോയുടെ ഈ സ്വിച്ചുകളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ സിസ്കോയുടെ അടുത്തത് എന്തായിരുന്നു, സിസ്കോ സ്മാൾ ബിസിനസ് സ്വിച്ചുകളാണ്. അതിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്മാൾ ബിസിനസ്സുകൾക്ക്, ഓഫീസുകൾക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് SG200, SG300, SG350, പിന്നെ CBS 250, അതേപോലെ CBS 350 ഒക്കെ നമുക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. VLAN, അതേപോലെ QoS, ക്വാളിറ്റി ഓഫ് സർവീസ്. പിന്നെ കാറ്റലിസ്റ്റ് സിസ്റ്റത്തിനെക്കാട്ടിയും ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. കാറ്റലിസ്റ്റ് കുറച്ചും കൂടെ ഹൈ ലെവലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കാറ്റലിസ്റ്റിൻ്റെ 2960 ആണ്. ഞാൻ അതിൽ ഒറിജിനൽ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അത് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു ദിവസം അതിൻ്റെ ഒറിജിനൽ ഇടും. അത് കോൺഫിഗർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞുതരാം. പിന്നെ ഇൻഡസ്ട്രിയൽ സ്വിച്ചസ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു റഗ്ഡ് ടൈപ്പ് സ്വിച്ചാണ് അല്ലേ.
മറ്റേതിനെക്കാട്ടി സോഫ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു റിഗ്ഡ്, അത് സിസ്കോയുടെ ഇൻഡസ്ട്രിയൽ സ്വിച്ചസ് എന്നുള്ളതാണ്. ഫാക്ടറികളിൽ, പവർ പ്ലാന്റുകളിൽ, റെയിൽവേ സെക്ഷന് അതൊക്കെയാണ്. അത് എന്താണ്, അത് നമുക്ക് പൊടിയടിച്ചാലും ഹീറ്റ് ചെയ്താലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും ബാധിക്കാത്ത കുറച്ച് റഗ്ഗഡ് ടൈപ്പായിട്ടുള്ള സ്വിച്ചുകളാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ പവർ പ്ലാന്റുകളിൽ, ഫാക്ടറികളിലൊക്കെ ആകുമ്പോൾ ഡസ്റ്റ് ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പർപ്പസുകൾക്ക് അതൊന്നും ചെയ്താലൊന്നും ഡാമേജ് ഒന്നും ആവാത്ത മോഡലുള്ള സ്വിച്ചുകളാണ് നമുക്ക് സിസ്കോയുടെ ഇൻഡസ്ട്രിയൽ സ്വിച്ചസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് PoE സ്വിച്ചാണ്. PoE എന്ന് പറഞ്ഞാൽ പവർ ഓവർ എതർനെറ്റ് എന്നാണ്. PoE സ്വിച്ചിൻ്റെ ആവശ്യങ്ങൾ, സിസ്കോയുടെ PoE സ്വിച്ച്, സിസ്കോയ്ക്ക് മാത്രമൊന്നുമല്ല കേട്ടോ PoE സ്വിച്ച്. PoE സ്വിച്ച് നമുക്കിപ്പോൾ ജസ്റ്റ് 16 പോർട്ടിൻ്റെ PoE സ്വിച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലൊക്കെ കാണാൻ പറ്റും. ഈ PoE സ്വിച്ച് എന്ന് പറഞ്ഞാൽ പവർ ഓവർ എതർനെറ്റ് എന്നാണ്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. നമുക്കിപ്പോൾ സാധാരണ സ്വിച്ചിൻ്റെ പോർട്ടുകൾ എന്തിനാ, ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ പോർട്ടുകളിലൂടെ പവർ കൂടി സപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഈ പോർട്ടുകളിലൂടെ പവർ കൂടി സപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ കമ്പ്യൂട്ടറുകൾക്ക് വേറെ പവർ കൊടുക്കണ്ടല്ലോ എന്ന്. കമ്പ്യൂട്ടറുകൾക്ക് വേറെ പവർ കൊടുക്കണം കേട്ടോ. കമ്പ്യൂട്ടറുകൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ PoE സ്വിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിനെടുത്തിട്ട് നിങ്ങൾ PoE സ്വിച്ചിലോട്ട് കൊടുത്താൽ കമ്പ്യൂട്ടറിന് സെപ്പറേറ്റ് പവർ കൊടുക്കണ്ട എന്നുള്ളതല്ല, കമ്പ്യൂട്ടറിന് പവർ കൊടുക്കണം. എല്ലാ ഡിവൈസുകൾക്കൊന്നും പവർ കൊടുക്കില്ല. പിന്നെ ഇത് പവർ കൊടുക്കുന്നതിൻ്റെ കണക്കൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ IP ഫോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ CCTV ഒക്കെ വെക്കുമല്ലോ, അപ്പോൾ DVRും NVRും NVR എന്ന് പറഞ്ഞാൽ IP ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ PoE സ്വിച്ച് ഉപയോഗിക്കും. ഇപ്പോൾ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ IP ഫോൺ, നമുക്ക് CCNL പഠിക്കാനുണ്ട് IP ഫോണിനെ കുറിച്ച്. IP ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഫോണുകൾക്ക് വേറെ പവർ കൊടുക്കണ്ട. IP ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, IP ഫോൺ കണക്ട് ചെയ്യുന്ന PoE സ്വിച്ചിലോട്ടാണെങ്കിൽ IP ഫോണിന് ആവശ്യമായിട്ടുള്ള പവർ ആര് കൊടുക്കും? ഇത് കൊടുക്കും, നമ്മുടെ PoE സ്വിച്ച് കൊടുക്കും. PoE സ്വിച്ചിലോട്ട് നോർമൽ PCകൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോർമൽ PC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഡാറ്റ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഞാനൊരു സിസ്കോയുടെ കാറ്റലിസ്റ്റ് 2960 PoE എന്ന് പറയുന്ന മോഡൽ മേടിച്ചു നോക്കുക. പവർ ഓവർ എതർനെറ്റ് മേടിച്ചു. കാറ്റലിസ്റ്റ് 2960 നോർമലി, 2960യുടെ PoE മേടിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ പോർട്ടിലൂടെയും പവറിൻ്റെ ഒപ്പം ഡാറ്റയുടെ ഒപ്പം എന്തുകൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പവറല്ലേ. ഞാൻ PCകൾ കണക്ട് ചെയ്തു. PCകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ PCക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് പവർ കൊടുക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല ഇതിലൂടെ കൊടുത്ത് വർക്കാവില്ല. ഈ PoE സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താ? PoE സ്വിച്ചിലോട്ട് നമ്മളൊരു ഡിവൈസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ PoE സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസിന് പവർ ആവശ്യമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെ പവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ PoE സ്വിച്ച് എന്ത് കൊടുക്കുകയുള്ളൂ, പവർ സപ്ലൈ ചെയ്യുള്ളൂ. നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസിന് പവർ ആവശ്യമില്ല എന്ന് നോക്കുക, PoE സ്വിച്ച് ഡാറ്റകൾ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. പവർ ആവശ്യമുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? പവർ കൂടി കൊടുക്കും. അപ്പോൾ IP ഫോണുകൾ, CCTV, ആക്സസ് പോയിന്റ് കണക്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. PoE സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി റേറ്റ് കൂടും. ഇപ്പോൾ PoE സ്വിച്ച് ഉപയോഗിക്കേണ്ടത് IP ഫോണൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് CCNL PoE സ്വിച്ചിൻ്റെ ആവശ്യമുള്ളത്. IP ഫോൺ എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ നമുക്ക് CCNL പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൽ പറയാം. അപ്പോൾ PoE സ്വിച്ച് ഉണ്ട്, പവർ ഓവർ എതർനെറ്റ് ആണ്. അത്തരം ടൈപ്പ് സ്വിച്ചുകളുണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. അപ്പോൾ അതിൻ്റെ മോഡലുകളാണ് ഈ 2960, 3560യുടെ പാക്കറ്റ് റേസുകളിൽ അതുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പാക്കറ്റ് റേസിനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ പാക്കറ്റ് റേസിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ഈ ഒരു മോഡൽ സ്വിച്ചുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെക്കുക. അപ്പോൾ നമ്മൾ സിസ്കോയുടെ സ്വിച്ചുകളെ പഠിച്ച്, സിസ്കോയുടെ സ്വിച്ചുകൾ എന്താണ്? റിലയബിൾ, സെക്യൂർ ആൻഡ് സ്കേലബിൾ ആണ്. കാറ്റലിസ്റ്റ് സ്വിച്ച് എൻ്റർപ്രൈസ് ലാൻ നെറ്റ്വർക്കുകൾ വേണ്ടിയിട്ടും, നെക്സസ് ഡാറ്റാ സെൻറ്ററിനും, സ്മാൾ ബിസിനസ് ബഡ്ജറ്റ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടും, പിന്നെ PoE സ്വിച്ച് PoE സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ CCNA റിയൽ നെറ്റ്വർക്കുകളിൽ ഒക്കെ നമുക്ക് എന്തിൻ്റെ ഈ സ്വിച്ചുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാക്കറ്റ് റൈസറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചുകൾ കാണാനായിട്ട് പറ്റും. പാക്കറ്റ് റൈസറിൽ ഞാൻ സ്വിച്ചുകൾ കാണിച്ചു തരാം. പാക്കറ്റ് റൈസറിൽ താഴെ സ്വിച്ചിൻ്റെ സെക്ഷൻ കണ്ടോ? ഇതിൽ കണ്ടോ 2960 ഉണ്ട്, 3560 ഉണ്ട്, 3560, പിന്നെ 3650 ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രിയലിൻ്റെ 2000 വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതിൽ 2960 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 2960 24 പോർട്ടിൻ്റെ കാറ്റലിസ്റ്റ് സ്വിച്ച്. ജസ്റ്റ് ഇതിൽ നമ്മൾ ഈ ഫിസിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഹോം സിറ്റി എന്ന് കാണും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. കോർപ്പറേറ്റ് ഓഫീസ് കാണും. മെയിൻ വയറിങ് ഞെക്കി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇവിടെ സൂം ചെയ്യുക. ഇതാണ് നമ്മുടെ സ്വിച്ച്, നമ്മുടെ റാക്കിനകത്ത് സ്വിച്ച് ഇരിക്കുന്നത് കണ്ടോ. 24 പോർട്ടും പിന്നെ 2 ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടും ഉണ്ട്. മൊത്തം 24 പോർട്ടാണ്.
24 ഫാസ്റ്റ് ഇഥർനെറ്റും 2 ജിഗാബിറ്റ്. ഈ രണ്ടെണ്ണം ജിഗാബിറ്റാണ്. ജിഗാബിറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 1000 MB/s. ഇത് 100 MB/s. ലോജിക്കൽ എടുത്താൽ ആ സ്വിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. ഈ സ്വിച്ച് വേറെ രീതിയിൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൂമിൻ കൊടുത്താൽ ഇതാ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ്, ഇതാ സ്വിച്ചിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇവിടെ കണ്ടോ ഒരു 24 ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടും 2 ജിഗാബിറ്റും. ഇത് സ്വിച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ, ഇത് പവറാണ്. ഇവിടെ കൺസോൾ എന്ന് പറയുന്നൊരു പോർട്ട് കണ്ടോ, കാണുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുക, സാധാരണ NIC പോർട്ട് പോലെ തന്നെയാണ്. അതിൻ്റെ മുകളിൽ കൺസോൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. കൺസോൾ എന്തിനാ? കൺസോള് നമുക്ക് സ്വിച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്വിച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ പറയുന്ന കൺസോൾ ഉപയോഗിച്ചിട്ടാണ് സ്വിച്ചിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് എന്ത് ഈ കൺസോൾ എന്ന് പറയുന്ന പോർട്ട് ഉള്ളത്. മാനേജബിൾ സ്വിച്ചിന് എല്ലാത്തിനും കൺസോൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ അടുത്ത മോഡൽ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ 3560 ഇതാണ് കണ്ടോ, ഇതിനുണ്ട് കൺസോൾ. ഇത് 3560 ആണ്. അങ്ങനെ ഓരോരോ മോഡലുകൾ ഇതവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് പല മോഡലുകളുള്ള എന്തുണ്ടാവും, സ്വിച്ചുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സിസ്കോ സ്വിച്ചിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിസ്കോയുടെ റൂട്ടറുകളെ കുറിച്ച് പഠിക്കാം. പിന്നെ ഒറിജിനൽ സ്വിച്ചും റൂട്ടറും ഞാൻ ജസ്റ്റ് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയും ഞാൻ ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CCNA പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ മാറ്റണം അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ വേറെ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഏത് കോഴ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കോഴ്സാണെങ്കിൽ, എനിക്കറിയാവുന്ന കോഴ്സാണെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം പാരലായിട്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഓരോരോ വീഡിയോസ്, ഓരോ ക്ലാസ്സുകളുടെ വീഡിയോസ് ഇടാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.